എല്ലാവരും ഒന്ന് കൈയടിക്കണേ. വേറൊന്നല്ല, എൻ്റെ ജീവിതത്തിലെ ഓസ്കാറാണ് ഈ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും, എൻ്റെ സ്വന്തം നാട്ടുകാർക്കും, കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, കാരണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി പ്രസംഗിക്കുന്ന പോലെയല്ലല്ലോ, സ്വന്തം നാട്ടിൽ നമുക്ക് ഒരു വില തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. സത്യം പറഞ്ഞാൽ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ സ്വന്തം നാട്ടിൽ നമുക്കൊരു അംഗീകാരം കിട്ടുമെന്ന് പല കലാകാരന്മാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ നിറവിൽ നിൽക്കുകയാണ്. അതിന് ദൈവത്തിനോടും എന്നെ ഇവിടെ എത്തിച്ച എല്ലാ ഗുരുക്കന്മാർക്കും, രചന ചേച്ചി അടക്കം, ഞാൻ ചേച്ചീൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു 3 കൊല്ലം മുന്നേ ഡാൻസിന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്കും ഞാൻ പ്രത്യേകം നന്ദി പറയണു. ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത സ്ത്രീകളിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ പേര് തന്നെയാണ് കേട്ടോ പറയുക ആദ്യം. കാരണം ഞാൻ അത്രയും ഒരുപാട് കഷ്ടപ്പെട്ടു ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ എന്നെക്കുറിച്ച് അറിയുന്നുണ്ടാവും, പക്ഷേ പുതിയ കുട്ടികൾക്ക് എന്നെ അറിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും പറയും, ചേച്ചി അടക്കം എല്ലാവരും പറയും, നീ ഇനി പഴയ കാര്യങ്ങളൊന്നും പറയണ്ട, അതൊക്കെ കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞു എങ്കിലും നമ്മൾ എവിടെ എത്തിയാലും നമ്മൾ ആ പഴയ കാലഘട്ടം നമ്മൾ ഓർക്കുമല്ലോ, അത്രയും കഷ്ടപ്പെട്ട് വന്നത് നമ്മൾ ഓർക്കും. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെ അമ്മയെപ്പോലെ എന്നെപ്പോലെയൊക്കെ വളർന്നു വന്ന ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ടാവും. അത്രയും കഷ്ടപ്പെട്ട് വന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ എന്ന രീതിക്കാണ് ഞാനിപ്പോൾ പറയുന്നത്, ആരെയും ബോറടിപ്പിക്കുന്നതല്ല. അപ്പോൾ എൻ്റെ ഒരു തുടക്കകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 1 വയസ്സുള്ളപ്പോഴാണ് വടക്കാഞ്ചേരി വരുന്നത്. അന്ന് മുതൽ അമ്മ ഒരു വീട്ടുജോലിക്ക് നിൽക്കുമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചു. അവിടുന്ന് ഒരു 5ാം ക്ലാസ് ആയപ്പോൾ അമ്മയുടെ വിഷമം കണ്ടിട്ടാണ് ഞാനും വീട്ടുജോലിക്ക് പോയി തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ ഷിഫ്റ്റ് ആണല്ലോ, ഉച്ചയ്ക്കും രാവിലെ അങ്ങനെയല്ലേ. അപ്പം ഞാൻ രാവിലെയാണ് സ്കൂളെങ്കിൽ ഉച്ചയ്ക്ക് പോയി ജോലി ചെയ്യും, ഉച്ചയ്ക്കാണ് എങ്കിൽ രാവിലെ പോയി ജോലി ചെയ്യും. അങ്ങനെ ഒരുവിധം വടക്കാഞ്ചേരിയിലുള്ള എല്ലാ VIPസിൻ്റെ വീട്ടിലും ഞാനും എൻ്റെ അമ്മയും ജോലിക്ക് നിന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ വൈശാഖ് സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. അന്നൊക്കെ സാറ് കുഞ്ഞായിരുന്നു, ഞാനും കുഞ്ഞായിരുന്നു, അവിടെ നിന്നിട്ടുണ്ട്. ഒരുവിധം ബ്രാഹ്മൺസിൻ്റെ എല്ലാ വീട്ടിലും ഞങ്ങൾ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഹരിശ്രീ കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് ഉണ്ടായിരുന്നു, അറിയോയെന്നറിയില്ല, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ നേരെ ഒരു ബ്രാഹ്മൺസിൻ്റെ വീടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെയാണ് ഞാൻ ജോലിക്ക് നിന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്താ ചെയ്യാന്ന്. എന്നെക്കൊണ്ട് പറ്റാവുന്ന, ചിലപ്പോൾ പാത്രം കഴുകുമ്പോഴൊന്നും ശരിയാവുന്നില്ല, എന്നാലും ചെയ്യും. കാരണം അമ്മയുടെ വിഷമം കണ്ടിട്ട് നമ്മൾ വിഷമാണ്. അമ്മ രാത്രിയൊക്കെയാണ് പണി കഴിഞ്ഞ് വരിക. പിന്നെ അന്നൊന്നും അത്ര ശമ്പളവും ഇല്ല. ഒരു മാസം 50 രൂപയായിരുന്നു നമ്മുടെ തുടക്ക ശമ്പളം, ഒരു മാസം. ഞാൻ ജോലിക്ക് നിൽക്കുമ്പോൾ അത് 150 അങ്ങനെയായിരുന്നു. അപ്പോൾ ആ പൈസ കൊണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കണേ. അപ്പോൾ എന്നെ പഠിപ്പിക്കാനും ഒന്നും ആരുമില്ല, ഞാനും അമ്മയുള്ളൂ. അമ്മയ്ക്ക് അത്ര പഠിപ്പേ ഉള്ളൂ, നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും ആരുമില്ല. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയും പഠിക്കണം എന്ന് പറയുമെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് വീടെന്ന് പറയാനായിട്ട് ഞങ്ങൾ ഒത്തിരി വാടകയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പക്ഷെ സ്വന്തമായിട്ടൊരു റൂം വാടകയ്ക്ക് എടുത്തിരിക്കാനുള്ള ഒരു ഇത് അന്ന് ഉണ്ടായിരുന്നില്ല. 500 രൂപയാണ് ഒരു റൂമിന് വാടക അന്ന് വടക്കാഞ്ചേരി. ഞങ്ങൾ ഒരുപാട് കുമ്പളങ്ങാടും ഒക്കെ വാടകയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പക്ഷേ അന്ന് അമ്മയുടെ കൂടെ ജോലിക്ക് നിന്നിരുന്ന ഒരുപാട് ചേച്ചിമാർ അവർ വീടിൻ്റെ ഒരു കുഞ്ഞു റൂം ഞങ്ങൾക്കായിട്ട് ഒഴിച്ചു തന്ന് അതിൽ 150 രൂപ വാടക, അങ്ങനെയാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിന്നിരുന്നത് ഇതുപോലെ മഠങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനോ അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ, പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പോൾ പഠിച്ചാലേ വലിയ നിലയിലെത്തൂ എന്നൊക്കെ ടീച്ചർമാർ പറഞ്ഞാലും പഠിച്ചില്ലെങ്കിൽ എന്താകും, അങ്ങനെയുള്ളത് അറിവില്ല അന്ന് ഈ ഫോണും അതൊന്നും ഇല്ലല്ലോ. ആൾക്കാർ പറയുന്നത് കേൾക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ എവിടെയെങ്കിലും ഒന്ന് എത്തണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പഠിപ്പിനേക്കാൾ കൂടുതൽ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല, അഭിനയിക്കണം. അപ്പോൾ അറിയാലോ, സാധാരണ ഒരു വീട്ടുജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മകൾ അഭിനയമാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഡാൻസാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ കണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്. ഓ, രാധയുടെ മോളൊക്കെ അഭിനയിക്കേ. അപ്പം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ എല്ലാവരും പറയും, അതിന് കളറ് വേണം, ഭംഗി വേണം എന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ എല്ലാവരും പറയും. പക്ഷേ അതെന്നെ കളിയാക്കുകയാണെന്നോ അതൊന്നും എനിക്കറിയില്ല.
കുഞ്ഞല്ലേ, 6-7 പഠിക്കുമ്പോഴാണ്. അപ്പം ഞാൻ പറയാം, അത് മേക്കപ്പ് ഇട്ടാൽ പോരെ, മേക്കപ്പ് ഇട്ടാൽ സുന്ദരിയാവില്ലേ? അതാണ് അന്നത്തെ ആ ഒരു അറിവ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് അഭിനയിക്കണം, എല്ലാവരും തടസ്സം നിൽക്കുമ്പോഴേക്ക് അഭിനയിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ വഴിയൊക്കെ ഞങ്ങൾ പുലർച്ചെ 5:30 ഞങ്ങൾ ജോലിക്ക് പോകും, ഞാനും അമ്മയും. അങ്ങനെ പോകുമ്പോൾ ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ, മറ്റേ ഈ സിനിമയുടെ പോസ്റ്ററൊക്കെ ഒട്ടിക്കുമല്ലോ, ഇപ്പോഴും അതുണ്ടോ ഇവിടെ? ചുമരുമ്പോൾ പോസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഈ മോഹൻലാലിനെയൊക്കെ അവരൊട്ടിക്കുമ്പോൾ മോഹൻലാൽ കൊടുത്തു വിടുന്ന ചിത്രങ്ങളാണ് അതെന്നൊക്കെ എൻ്റെ വിചാരം. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയും, അമ്മേ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം സിനിമയിൽ ചാൻസ് കിട്ടുമോയെന്ന്. ആ ചേട്ടനെ അറിയാം, അമ്മ ആ ചേട്ടൻ മോഹൻലാലിനെ ഒട്ടിക്കുന്ന കണ്ട, അപ്പം മോഹൻലാൽ കൊടുത്തു വിട്ട ചിത്രങ്ങളല്ലേ ഒട്ടിക്കുന്നത്. അങ്ങനെയുള്ള കുറേ പൊട്ടത്തരങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഡാൻസ് പഠിക്കാനായിട്ട്, അപ്പോൾ എനിക്ക് ഡാൻസ് ഇഷ്ടമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഭരതനാട്യം ഇവിടെ സ്കൂളിൽ ഡാൻസുകൾ ഉണ്ടാവുമല്ലോ, അന്ന് ചേച്ചി ഭയങ്കര പ്രശസ്തിയാണ്. ചേച്ചി ഇന്ന് പ്രശസ്തിയായതല്ല, പണ്ട് ചേച്ചി തൊട്ടതൊക്കെ പൊന്നാണ്. എപ്പോഴും ഫസ്റ്റാണ്. അത് എവിടെ പോയാലും, സ്കൂളിൽ നിന്നല്ല എവിടെ പോയാലും ചേച്ചി ഫസ്റ്റാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ മഞ്ജു വാര്യരായിരുന്നു ചേച്ചി. ചേച്ചീനെ കാണുമ്പോൾ എടി രചന ചേച്ചി വരണടി. എന്നിട്ട് ചേച്ചി അവിടുന്ന് അറ്റം തൊട്ട് ഈ അറ്റം നടക്കുന്നവരെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കും. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്, ചേച്ചി എല്ലാത്തിലും ഫസ്റ്റാണ്. അത് കണ്ടിട്ട് എനിക്കും ഡാൻസ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ അതിനുള്ള ഫീസ് കൊടുക്കാനില്ല. അപ്പോൾ എല്ലാവരും ഭരതനാട്യം മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞ് ഊണ് കഴിക്കാൻ പോകും ആ യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത്. സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഊണ് കഴിഞ്ഞ് ഓടി വരും, എടി അടുത്തത് സിനിമാറ്റിക് ഡാൻസ് ആടി, വേഗം പാടി എന്ന് പറഞ്ഞിട്ട് വരും. ഭരതനാട്യ സമയത്ത് ആരും ഇരിക്കില്ല, ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകും. പക്ഷെ ചേച്ചിയുടെ ഒരു ഡാൻസ് കണ്ടപ്പോൾ, ചേച്ചിയുടെ അന്നൊരു ചൂലൊക്കെ വെച്ചിട്ട് ഒരു ഇതുണ്ടായിരുന്നേ, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആരാധനയായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ചേച്ചിൻ്റെ എല്ലാ ഡാൻസും ചേച്ചി മേക്കപ്പ് ചെയ്യുന്നിടത്തൊക്കെ ജനലയുടെ അവിടെ പോയി എത്തി നോക്കും. അങ്ങനെ ഭയങ്കര ആരാധനയായിട്ട് പിന്നെ എനിക്കും ഡാൻസ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയി, പ്രസന്ന ഉണ്ണി എന്നാണ് പേര്. ആ ടീച്ചർ ഇവിടെ സ്റ്റുഡൻസ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പോയി പറഞ്ഞപ്പോൾ ടീച്ചർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, വീട്ടു ജോലിക്ക് നിൽക്കുകയാണ്, അതൊക്കെ അറിയാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ എനിക്ക് ഫീസ് തരണ്ട, വന്ന് ഡാൻസ് പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടീച്ചറിൻ്റെ കീഴിൽ ഒരു 16 കൊല്ലം ഡാൻസ് പഠിച്ചു. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി എല്ലാം നമ്മുടെ ഒരു ആഗ്രഹത്തിന്. നമുക്ക് അന്ന് മത്സരിക്കാനൊന്നും വഴിയില്ല, പക്ഷേ ഡാൻസ് പഠിച്ചു. അങ്ങനെ പഠിച്ച് പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിൽ നമ്മളെ അന്ന് കലാമണ്ഡലം ടീച്ചറിൻ്റെ അടുത്തും പ്രോഗ്രാമിന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി. അങ്ങനെ തന്നെ ഐഡിയ സ്റ്റാർ സിംഗറിൽ 2005 എൻ്റെ ഓർമ്മ. അവിടെ സ്റ്റാർ സിംഗറിൽ എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ അവിടെ ഒരു 2 കൊല്ലം ഐഡിയ സ്റ്റാർ സിംഗറിൽ ഡാൻസ് ചെയ്തു. പിന്നെയാണ് മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം ഇങ്ങനെ കോമഡി ഷോസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് കുട്ടികളെ വേണം ഡാൻസ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ സെലക്ട് ചെയ്തു. അങ്ങനെ ഡാൻസിനാണ് ഞാൻ മഴവിൽ മനോരമയിലേക്കും ചെല്ലുന്നത്. അങ്ങനെ ചെന്നപ്പോൾ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് അവിടെ അന്ന് ആർട്ടിസ്റ്റായിട്ടൊരു കുട്ടി വന്നിരുന്നില്ല. അപ്പോൾ അതിന് പകരം അവർക്ക് ഹൈറ്റും വെയിറ്റും ഉള്ളൊരു കുട്ടി വേണമായിരുന്നു. അപ്പോൾ അന്ന് പ്രോഗ്രാം ആങ്കർ ചെയ്തത് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയും എൻ്റെ തുടക്കകാലത്ത് സ്കൂളിലും അത് കഴിഞ്ഞ് ചാനലിൽ വന്നപ്പോൾ അവിടെയും ഒക്കെ ചേച്ചിയുടെ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ടായിരുന്നു. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് പുതിയ പുസ്തകം വാങ്ങുകയാണെങ്കിൽ യൂണിഫോം ഇല്ല, പൈസ ഇല്ല. അപ്പോൾ അമ്മ ചോദിക്കും, ഇപ്രാവശ്യം യൂണിഫോം വേണോ ബുക്ക് വേണോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ബുക്ക് മതി, പുതിയ ബുക്ക് കിട്ടുമല്ലോ. അപ്പോൾ യൂണിഫോം ഇല്ല. അപ്പം അന്ന് എന്നെ പഠിപ്പിച്ച ഒരു ജയന്തി ടീച്ചർ ഉണ്ടായിരുന്നു. ഇന്ന് ആ ടീച്ചർ ഇല്ല. ടീച്ചർക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ യൂണിഫോം വാങ്ങണ്ട, യൂണിഫോം ഞാൻ വാങ്ങിച്ചു തരാം, നീ വാങ്ങരുത്, യൂണിഫോം വാങ്ങണ്ട, നീ ബുക്ക് വാങ്ങിച്ചോ എന്ന്. അങ്ങനെ ബുക്ക് വാങ്ങിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 5 കൊല്ലം ഞാൻ യൂണിഫോം വാങ്ങിച്ചിട്ടില്ല. യൂണിഫോം എനിക്ക് ടീച്ചർ തന്നിരുന്നു. ആ യൂണിഫോം രചന ചേച്ചിയുടെ യൂണിഫോമായിരുന്നു. അതെനിക്കിപ്പോഴും പറയാൻ അഭിമാനം മാത്രമേ ഉള്ളൂ. ഞാനിത് വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് ഫോണിൽ മെസ്സേജ് ചെയ്തു, ഇനി ഒരിക്കലും ഇതൊന്നും പറയരുത്, ഇത് പിന്നെ പറഞ്ഞ് നടക്കരുതെന്ന്. പക്ഷേ എനിക്ക് അഭിമാനമുള്ളൂ കേട്ടോ. കാരണം ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നല്ല. ഞാനൊരു വീട്ടിൽ അടുക്കളപ്പണിക്ക് നിന്ന് പാത്രം കഴുകിയിരുന്ന ഞാൻ ഇന്ന് അമേരിക്കയിലെ 9 രാജ്യങ്ങളും കണ്ടു. ഇനി എനിക്ക് ഒരുവിധം എല്ലാ രാജ്യവും ഞാൻ കണ്ടു, പ്രോഗ്രാം ചെയ്തു. പിന്നെ എന്താ പറയണ്ടേ, എല്ലാ നടന്മാരുടെ കൂടിയും അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. കൊച്ചു കൊച്ചു വേഷങ്ങളാണെങ്കിൽ സിനിമയിലാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റി. മോഹൻലാൽ സാറിൻ്റെ കൂടെ, ലാൽ സാറിൻ്റെ പ്രോഗ്രാമിലൊക്കെ സ്റ്റേജ് ഷോക്കൊക്കെ ഞാനാണ് ഡബ് ചെയ്യണത്. സാറിൻ്റെ കൂടെ 2 മണിക്കൂർ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സാറിൻ്റെ കൂടെ കുറച്ച് 2-3 സീനിലാണെങ്കിൽ പോലും അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്ന് നയൻതാരയാണ്. അപ്പോൾ
അതിന് സഹായിച്ച ഒരുപാട് പേര് വടക്കാഞ്ചേരിയിലുണ്ട് കേട്ടോ. ഒരുപാട് പേര് വടക്കാഞ്ചേരി നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും എന്നെ വിളിക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ കേരള കൗമുദിയിലൊക്കെ ഉണ്ടായിരുന്ന രാജശേഖരൻ കടമ്പാട്ട്, അവരുടെ വീട്ടിലും ഞാൻ 16 കൊല്ലം ഞാൻ അടുത്തടുത്തായിരുന്നു അവരുടെ വീട്, ഒരു ബ്രാഹ്മിൻസിൻ്റെ വീട്. അങ്ങനെ ഞാൻ അവരെ 2 പേരുടെ വീട്ടിലും കൂടാണ് ജോലിക്ക് നിന്നിരുന്നത്. അപ്പോൾ അവരുടെ മക്കളൊക്കെ ഇപ്പോൾ വലിയ പൊസിഷനിലായി. ഒരാൾ ഡോക്ടറായി, ഒരാൾ കാനഡയിലാണ്. അവരൊക്കെ ആയിട്ട് ഇന്ന് രാവിലെയും കൂടെ ഞങ്ങൾ മെസ്സേജ് ചെയ്തു, സംസാരിച്ചു. ഞാനിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. രാജേട്ടൻ എന്നെ കാണാൻ വന്നു. പിന്നെ വൈശാഖ് സാറിൻ്റെ അല്ല, ഇപ്പോൾ ഒരു പൊസിഷനിലാണല്ലോ, അത് പണ്ടല്ലേ. അപ്പോൾ അന്ന് മദ്രാസ് ഹോട്ടലൊക്കെ ഭയങ്കര ഫേമസാണ്, ഇന്നും ഭയങ്കര ഫേമസാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊരു കോഫി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വപ്നം. അങ്ങനെ 2 പ്രാവശ്യം കോഫി കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, പറയുമ്പോൾ എല്ലാം പറയണ്ടേ. നമ്മൾ വന്ന വഴികൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിന്നിട്ട് എന്നൊരു ഗസ്റ്റായിട്ട് ഇവിടെ പരിഗണിക്കണു. നമ്മുടെ നാട്ടുകാരാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ ടീച്ചേഴ്സാണെങ്കിലും ഒക്കെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതെനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ അത്രയും താഴേന്ന്, ഞാനൊരു ബിഗ് സീറോ ആയിരുന്നു. ആ സീറോന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഹീറോ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഓരോരുത്തരുടെയും അനുഗ്രഹവും എല്ലാം കൊണ്ട് മാത്രമാണ്. പിന്നെ അറിയാം, നമ്മുടെ ഏത് മേഖലയിലാണെങ്കിലും ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഉണ്ട്. അപ്പം നമ്മൾ ഏത് മേഖലയിൽ പോവുകയാണെങ്കിലും വളഞ്ഞ വഴിയിലൂടെ ഫസ്റ്റ് എത്താൻ നോക്കാതെ നമ്മൾ കുറച്ച് കാത്തിരുന്നാലും നമുക്ക് ദൈവം കൊണ്ടു തരും എല്ലാതും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത്, എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാളും കുറേ ബുദ്ധിമുട്ടുന്ന ഒത്തിരി കുട്ടികൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് പഠിപ്പിലായിരിക്കില്ല, ചിലപ്പോൾ ഇപ്പോൾ മറ്റേ കുട്ടിയെ പോലെ ഈ കുട്ടി പഠിച്ചില്ല, അങ്ങനെ ഉണ്ടാവും. പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ആഗ്രഹത്തിനൊത്ത് മാതാപിതാക്കൾ അറിഞ്ഞ് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ഗസ്റ്റായിട്ട് വന്ന പോലെ ഞങ്ങളെക്കാൾ വലിയ വലിയ ഗസ്റ്റുകളായിട്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏതൊരു താഴ്ചയ്ക്കും ഒരു ഉയർച്ചയുണ്ട്, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ വടക്കാഞ്ചേരിയിലൊക്കെ എന്നെപ്പോലുള്ള പാവപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്നെ ആലോചിക്കുക. ഞാനിവിടെ നിന്ന് പ്രസംഗിച്ച പോലെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാനും എല്ലാവരുടെ സ്വീകാര്യതയും എല്ലാവരുടെ സ്നേഹമൊക്കെ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം എല്ലാ കുഞ്ഞുമക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടുന്ന് യാത്രയാവുന്ന എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.